മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങളെ വെട്ടുകൊള്ളായിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്ന അബ്ദുള്ള കുറച്ചും കൂടി നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കണ്ടേ, ഇവിടെ എല്ലാം എടുത്ത് വിളിച്ചു കൂവി പറഞ്ഞ ഇച്ചിരി കുഴപ്പമാവുമെന്നുള്ളതുകൊണ്ട് അതിനൊന്ന് നേർപ്പിച്ച് വെള്ളം അടിച്ചടിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ സ്വന്തം ഹോം ഗ്രോൺ ആയിട്ടുള്ള ചില ജിഹാദികൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ അബ്ദുള്ള ബാസിൽ വിസ്ഡം യൂത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതിന്റെ മുതലാളി. അതായത് ഒരു ഇസ്ലാമിക ഭരണ രാജ്യത്ത്, ഉദാഹരണമായിട്ട് ഇന്ത്യ തന്നെ. ഡോക്ടർ ആരിഫ് ഹുസൈൻ, എന്തായാലും ഈ സംവാദം ഫലവത്താകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ പോലും മാറി ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ വഴിയില്ല. അതായത് ഈ സൗദി അറേബ്യയിൽ പോലും മുസ്ലിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അബ്ദുള്ളാക്ക പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. ലോകത്തൊരു സ്വർഗം മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാൻ പറയാറ്. അപ്പൊ ഉടനെ നമ്മളെ സംഖ്യയാക്കലാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി. ഇപ്പൊ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദം എന്ന് വിളിക്കാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ സയനിസ്റ്റ് തീവ്രവാദം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് പോലെ, ഒരു ഇസ്ലാമിക ഭീകരവാദികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വിളിക്കണം. പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പോലും തീവ്രവാദ ആക്രമണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എന്താണെന്ന് പറയുന്നില്ല, തെളിയിച്ച് പറയുന്നില്ല, കലിമ ചൊല്ലിച്ചതിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പൊ 9 എണ്ണം പ്ലാൻ ചെയ്യുന്നു, അതിൽ 8 എണ്ണം നമ്മൾ പിടിക്കുന്നു, ഒരെണ്ണം കയ്യകലത്തിൽ അത് പൊട്ടി, അത് ഇത്രയും ആളുകളുടെ ജീവനാശം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുമ്പോൾ ഇപ്പൊ ചോദ്യം ഉയരുന്നത് ഇത് സുരക്ഷാ വീഴ്ചയാണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രമാത്രം വൈറ്റ് കോളർ ജോബിലുള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്? അതിന്റെ ഒരു ചേതവികാരം എന്താണ് എന്ന് ചോദിക്കുന്നത് നമ്മളിവിടെ കണ്ടു. ആളുകൾ എല്ലാവരും പറയാറുള്ളത് ഇത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ പിടിച്ച ആളുകളുടെ പേര് നമ്മൾ മറക്കുക. ഒസാമ ബിൻ ലാദൻ, അദ്ദേഹത്തിന് ഈ പറയുന്ന മൂപ്പർക്ക് പഠനത്തിന് കുറവൊന്നുമില്ലല്ലോ. പുള്ളി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇനി നമ്മുടെ നാട്ടിൽ സ്വന്തം ഹോം ഗ്രോൺ ആയിട്ടുള്ള ചില ജിഹാദികൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ അബ്ദുള്ള ബാസിൽ വിസ്ഡം യൂത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതിന്റെ മുതലാളി. പുള്ളി എന്താണ്? പുള്ളി ഒരു BDS ഡോക്ടറാണ്. എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് മാത്രമേ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടുള്ളൂ. അതിലേക്കാണ് എത്ര ആളുകൾ അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ പറയുന്ന പകല് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യും, രാത്രി പോയിട്ട് എൻട്രൻസ് കോച്ചിങ് നടത്തും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? പകല് വലിയ ഡോക്ടർ ആവുന്നു, രാത്രി പോയിട്ട് ജിഹാദി പ്രവർത്തനം നടത്തും. ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പകല് അവർ ജോലി എടുക്കുന്ന സമയത്ത് ഇതേപോലെ വലിയ എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടത്തുന്നു, കുട്ടികളുടെ അടുത്ത് പോയി സംസാരിക്കുന്നു. പ്രോഫ്കോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രൊഫഷണൽ കോളേജുകളിൽ കയറിയിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണ് ഈ അബ്ദുള്ള ബാസിൽ. നമ്മൾ കണ്ടു ഇവിടെ മറ കെട്ടിയിട്ട് ഇവർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവമാനിക്കുവാണെന്ന്. അതായത് ജിസിയ എന്ന് പറഞ്ഞാൽ ഈ മതനികുതി എന്ന പരിഭാഷ തെറ്റാ. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? അതായത് ഒരു ഇസ്ലാമിക ഭരണ രാജ്യത്ത്, ഉദാഹരണമായിട്ട് ഇന്ത്യ തന്നെ, ഇസ്ലാമിക ഭരണ രാജ്യത്ത്, ഉദാഹരണമായിട്ട് ഇന്ത്യ തന്നെ അറംഗസി ഭരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. പകരം അവര് യുദ്ധ നികുതി, അതാണ് ജിസിയ. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് പകരം കൊടുക്കുന്ന നികുതിക്കാണ് ജിസിയ എന്ന് പറയാം. അതൊക്കെ ഇംഗ്ലീഷുകാരുടെ ട്രാൻസ്ലേഷനകത്ത് മതനികുതി എന്ന് പറഞ്ഞിട്ട് എഴുതി തെറ്റാ. അത് തിരുത്തുന്നത് നല്ലതാണ്. മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങളെ വെട്ടുകൊള്ളായിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ഹിന്ദുക്കൾ കൊടുക്കുന്ന വെറുതെ ചിരിപ്പിക്കരുത്. നിങ്ങൾ മിനിമം ചെയ്യേണ്ട സ്വന്തം മൂട്ടിൽ വെടിവെക്കാതിരിക്കാന്നുള്ളതാണ്. പ്ലീസ്. അബ്ദുള്ള കുറച്ചും കൂടി നമ്മുടെ നാട്ടിലേക്ക് ജീവിക്കണ്ടേ, ഇവിടെ എല്ലാം എടുത്ത് വിളിച്ചു കൂവി പറഞ്ഞ ഇച്ചിരി കുഴപ്പമാവുമെന്നുള്ളതുകൊണ്ട് അതിനൊന്ന് നേർപ്പിച്ച് വെള്ളം അടിച്ചടിക്കുന്നു. എന്നാൽ തീവ്രവാദികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹൂറികളെ കിട്ടണമെന്നുള്ള ഒരു ആഡഡ് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് അവർ വെള്ളം അടിക്കില്ല, വെള്ളം ചേർക്കാതെ തന്നെ അടിക്കും എന്ന്. 6, 7, 8, 9, 10 ഒരു 83 വയസ്സുള്ള ഒരാളുടെ ഓർമ്മശക്തി നിങ്ങൾ നല്ലോണം പരിഗണിക്കണം. ഇടയെ കടക്കുകയും ചെയ്യാ. അയാളോട് നിങ്ങൾക്ക് പ്ലീസും ഇല്ല. നിങ്ങളുടെ കൂടെ കുറിക്കാൻ കൊള്ളുന്ന താങ്കളോട് വലിയ ഉണ്ടായിരിക്കേ ഭയങ്കര ഒരു മര്യാദ വേണ്ടേ. 9/5 ഏത് യുദ്ധ സന്ദർഭത്തിൽ? 9/5 വായിക്ക്. ഞാനും വളക്കാണ്. 9/5 യുദ്ധ സന്ദർഭം എന്നാണ് ചെയ്യാ. പറയാൻ സമ്മതിക്കൂലെന്ന് എനിക്കറിയാം. പറഞ്ഞാൽ തോറ്റു. പറയാൻ സമ്മതിക്കൂല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും.
അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?